ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തട്ടുകട സ്റ്റൈൽ ബീഫ് കറിയാണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഒരു 3/4 കിലോനോളം ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല മിക്സ് ചെയ്തിട്ട് കുക്കർ അങ്ങ് അടുപ്പത്തേക്ക് വയ്ക്കാം. ഒരു 4-5 വിസിൽ. അതിനുള്ളിൽ നമ്മുടെ ബീഫ് നല്ല വെന്ത് കിട്ടും കേട്ടോ. ഇനി ഒരു മസാല അരപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് കുരുമുളക്, പെരുംജീരകം, 1 ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഇഞ്ചിയും വെളുത്തുള്ളിയും, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി ചൂടാവുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി പെരുംജീരകം ഇട്ട് പൊട്ടിച്ച് 2 വറ്റൽമുളക് കൂടി ചേർത്ത് 12 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞതും 3 സവാള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ല ഒന്ന് വഴറ്റിയെടുക്കുക. വഴണ്ടി വന്ന സവാളയിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മസാലക്കൂട്ട് കൂടി ചേർത്ത് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഇനി ഇതിലോട്ടൊരു 3 പച്ചമുളക് കീറിയത് കൂടി ചേർത്ത് നല്ല ഇളക്കി നേരത്തെ വേവിച്ച് വെച്ച ബീഫും 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കാം. ഈ സമയത്ത് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി നല്ല അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും ചെറുതായിരിഞ്ഞ മല്ലിയില കൂടി ചേർക്കാം. കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ തട്ടുകട സ്റ്റൈൽ ബീഫ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും പൊറോട്ട, പത്തിരി, നെയ്ച്ചോറ് എന്തിൻ്റെ കൂടെ വേണേലും സെർവ് ചെയ്യാം. ബീഫ് കറി സെർവ് ചെയ്യാൻ മലയാളികൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.